വാളയാറിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസ് ഇന്നും കേരളത്തിൻ്റെ മനസാക്ഷിക്കേറ്റ മുറിവാണ്. ആ പെൺകുട്ടികൾ ക്രൂരമായ ലൈംഗിക ചൂഷണത്തിന് ഇരയായതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടും പ്രതികൾ ഇപ്പോഴും സ്വൈര്യവിഹാരം ജീവിക്കുന്നു. രണ്ട് കുരുന്നുകളുടെ ജീവിതം പിച്ചു ചീന്തിയ പ്രതികൾ പുറത്തിറങ്ങി നടക്കുന്നത് ഈ നാട്ടിലെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷയ്ക്ക് തന്നെയാണ് വെല്ലുവിളി. പാലക്കാട് ഒറ്റയ്ക്ക് താമസിക്കുന്ന 60-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് വാളയാർ കേസിലെ പ്രതിയാണ്. വാളയാറിലെ പെൺകുട്ടികളുടെ ദുരൂഹമരണ കേസിൽ ജാമ്യത്തിലിറങ്ങിയ അട്ടപ്പള്ളം സ്വദേശി അരുൺ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയെ വീട്ടിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചതായാണ് കേസ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് 60-കാരിയുടെ പരാതി. അരുൺ പ്രസാദ് വീട്ടിൽ അതിക്രമിച്ചു കയറിയതോടെ സ്ത്രീ നിലവിളിച്ചു. ഇത് കേട്ട് ഓടിയെത്തിയ സമീപവാസികളാണ് പോലീസിൽ വിവരമറിയിച്ചത്. തുടർന്ന് വാളയാർ പോലീസ് എത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു. വാളയാർ ഇൻസ്പെക്ടർ NS രാജീവിന്റെ നേതൃത്വത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. സ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ ബലാത്സംഗ ശ്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, വീട്ടിൽ അതിക്രമിച്ചു കയറൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ൽ വാളയാറിൽ പ്രായപൂർത്തിയാകാത്ത 2 സഹോദരിമാർ പീഡനത്തിനിരയാവുകയും ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ കാണപ്പെടുകയും ചെയ്ത കേസിലെ 5-ാം പ്രതി കൂടിയാണ് പാമ്പാമ്പള്ളം കല്ലങ്ങാട് സ്വദേശിയായ അരുൺ. വാളയാർ സംഭവം നടക്കുമ്പോൾ ഇയാൾക്ക് പ്രായപൂർത്തിയായിരുന്നില്ല. വാളയാർ കേസ് ആദ്യം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘം ഏറ്റവും ഒടുവിലാണ് അരുൺ പ്രസാദിനെ അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്തതിനാൽ ജുവനൈൽ കോടതിയിലായിരുന്നു കേസ്. ജുവനൈൽ കോടതിയിൽ വിചാരണ നേരിടുകയായിരുന്ന അരുൺ നിലവിൽ ജാമ്യത്തിലിറങ്ങിയതാണ്. ന്യൂസ് 18 വാളയാർ.